ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ സുഹൈൽ. വെൽക്കം ടു മൈ ചാനൽ MSP ക്രിയേഷൻ. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലോഗോ ഇൻട്രോ ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ലോഗോ ആനിമേഷൻ രൂപത്തിൽ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് വരുന്ന രീതിയിലുള്ളത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ ലിങ്ക് ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. motionarrow.com ആണ്. ഇതിൽ നമുക്ക് ഫ്രീ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് എന്നിട്ട് അത് ജസ്റ്റ് നമ്മളൊന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ലോഗോ അതിൽ റീപ്ലേസ് ചെയ്താൽ മതി. മാർക്കറ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ പെയ്ഡ് വേർഷനും ഉണ്ട്, ഫ്രീ വേർഷനും ഉണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് ഫോട്ടോ ഓർ വീഡിയോ അതിൻ്റെ കുറിച്ചിട്ടുള്ള ടെംപ്ലേറ്റാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു വീഡിയോ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ലോഗോ ടെക്സ്റ്റ് വെറും ടെക്സ്റ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടത് നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്താൽ മതി. നമുക്ക് വേണ്ടത് ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ കഴിയും. നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ മുകളിൽ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, ടൈപ്പ്. ഓക്കെ, ആ ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഫ്രീ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതെല്ലാം ഫ്രീ ആണ്. ഇവിടെ നമുക്ക് താഴെ ഫ്രീ എന്ന് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നോക്കി ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഓക്കെ, ഇതിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഡൗൺലോഡ് ബട്ടൺ കിട്ടും. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഡൗൺലോഡ് ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ജസ്റ്റ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഫ്രീ ആണ്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതിന് വേണ്ട മ്യൂസിക് ഡൗൺലോഡ് ചെയ്യണം. അതിന് താഴെ തന്നെ നമ്മൾ ഈ ലോഗോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഓഡിയോ വരും. ഇതിൽ പ്രിവ്യൂ വേർഷനാവും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുക. അത് നമ്മൾ പ്രിവ്യൂ ഇല്ലാത്ത സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിവ്യൂ ഉള്ളത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, പ്രിവ്യൂ അല്ലാത്ത സെക്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ ചെയ്താൽ നമുക്ക് മുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഓഡിയോയും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡൗൺലോഡ്സിൽ പോയിട്ട് ഓക്കെ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് സിപ്പ് ഫയൽ ആയിട്ടാകും വരിക. അതിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്യാം. സിമ്പിൾ ലോഗോ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾക്ക് ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നിട്ടുള്ള ഫോണ്ടിൻ്റെ ലിങ്ക് ഉണ്ടാവും. അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ആ ലിങ്ക് നമുക്ക് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ആ ലിങ്ക് ഇതിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഫോണ്ട് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫോണ്ട് ഡൗൺലോഡ് ചെയ്തത് അതും എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഈ രണ്ട് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. അത് ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം നമ്മൾ ഫൂട്ടേജ്, ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫൂട്ടേജാണിത്. ഇതിൽ ആഫ്റ്റർ എഫക്ട്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതിപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം.
അപ്പോൾ നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഡയറക്റ്റ് ലിങ്ക് കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും വരിക. ഇതിലിനി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയൽ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് Ctrl+I അമർത്തിയിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഫയൽ പോയിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫയലിൽ പോയിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം. ഓപ്പൺ പ്രോജക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. നമ്മൾ എവിടെയാണ് ലൊക്കേഷൻ എടുത്തത് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മളിവിടെ ഓപ്പൺ ചെയ്തെടുത്ത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ടെംപ്ലേറ്റ് നമുക്ക് ആ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, ഇനി കാണുന്നിടത്ത് നമ്മുടെ ലോഗോ നമുക്ക് റീപ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഈ ലോഗോ എന്ന് കാണുന്നതിന്മേ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പുതിയൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആവും. ഇതിലോട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ലോഗോ ഇമ്പോർട്ട് ചെയ്യുക. അത് എപ്പോഴും ശ്രദ്ധിക്കണം, PNG ഫയലായിരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് ചെയ്യേണ്ടത് ഈ ഒരു ലോഗോയാണ്. ഞാനത് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. അതെ, ഓക്കെ, ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഈ ലോഗോയുടെ ലെയറിലോട്ട് ഇടുക. ഓക്കെ, ഇനി നമ്മൾ മൗസ് കൊണ്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൂമും ഇന്നും സൂം ഔട്ടും ആവും. ഓക്കെ, അതിനുശേഷം നമ്മളത് Alt+Shift ഞെക്കി പിടിച്ചിട്ട് കറക്റ്റ് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, നമ്മുടെ പഴയ ലോഗോ ഇരിക്കുന്ന അതിനോടായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ലെയറിൽ വന്നിട്ട് നമ്മൾ പഴയത് ഹൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മളിവിടെ വരിക. അതിനുശേഷം ഓക്കെ, ഇപ്പോൾ ഇതിൽ വൈറ്റ് കാണുന്നുണ്ട്. അത് നമ്മൾ ഈ ലെയറിൽ പോയി കഴിഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഹൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ മെയിൻ ബാറിൽ വരിക, പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മോഷൻ ആരോ എന്നുള്ളത് നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടൈപ്പ് കാണാൻ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മോഷൻ ആരോ സെലക്ട് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ നെയിം അവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ബാസിൽ ക്രിയേഷൻസ്, അപ്പോൾ അത് അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും മെയിൻ ബാറിൽ വരിക, പ്ലേ ചെയ്ത് നോക്കുക. റണ്ടറായി കൊണ്ടിരിക്കുന്നതാണ് സ്ലോ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നെയിം അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ വോയിസ് കൊടുക്കണം. ഓക്കെ, വോയിസ് ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് നമുക്ക് ഒന്ന് എക്സ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ Ctrl+M അമർത്തിയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, റെൻഡർ ചെയ്യാൻ നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് ലൊക്കേഷൻ നമ്മൾ പിക്ക് ചെയ്യാം. എവിടേക്കാണ് നമുക്ക് റെൻഡർ ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ പിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ പിക്ക് ചെയ്യാം, എവിടേക്കാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്നുള്ളത്. ലോക്കൽ ഡിസ്കിൽ വന്നിട്ട് ഒരു ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് ആ ലൊക്കേഷൻ ചൂസ് ചെയ്ത് അതിനുശേഷം നമുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാം.
ഓക്കെ, ഞാൻ ഈ ഫയലിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്, ബാസിൽ എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സേവ് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ റെൻഡർ ചെയ്യണ സെറ്റിങ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ഓൾറെഡി കിടക്കുന്നത് ബെസ്റ്റിൽ തന്നെയാണ്. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാം. ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കുക. അതിനുശേഷം ഇത് ഫുൾ സ്ക്രീൻ ആക്കുക. സേവ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം താഴെ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ വരുന്ന ഓപ്ഷന് AVI ഫയൽ ആക്കണോ, അതല്ലെങ്കിൽ ഓപ്ഷൻ വരുന്നത് H.264. ഓക്കെ, അത് സെലക്ട് ചെയ്യുക. ഞാൻ അതാണ് ചെയ്യാറ്, യൂട്യൂബ് വീഡിയോസിന് വേണ്ടിയിട്ട് അതാണ് ചെയ്യാറ്. ഓക്കെ, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് റെൻഡർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ റെൻഡർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു ഫയൽ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് റെൻഡർ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ റെൻഡർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഓക്കെ ഇതാ ഇവിടെ ഉണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീവ്യൂ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോർമൽ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഏത് സോഫ്റ്റ്വെയർ ഇട്ടിട്ടാണോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തെടുക്കുക. ഞാനിവിടെ ചെയ്യുന്നത് Adobe Premiere 2020 ആണ്. അതിൽ നമ്മൾ ഫയൽ ആദ്യം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് വേണ്ട മ്യൂസിക് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അതിന് Ctrl+I അമർത്തിയിട്ട് ഇമ്പോർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഡൗൺലോഡ്സിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ മ്യൂസിക് ഫയൽ ഓപ്പൺ ചെയ്തെടുക്കുക. ഇനി നമുക്ക് വീഡിയോ ഫയൽ ഈ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാരണം ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് മ്യൂസിക് കൊണ്ട് ഒരു ലിമിറ്റേഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇനി നമുക്ക് മ്യൂസിക് ആയിട്ട് ഡ്രാഗ് ചെയ്തിടുക. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിൽ വന്നിട്ടുള്ളത് പ്രീവ്യൂ ഉള്ള ഒരു ഓഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രീവ്യൂ നമ്മൾ കട്ട് ചെയ്തെടുക്കണം, എന്നാലേ അത് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവ്യൂ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ കാണുന്ന ഈ ബാർ നമുക്ക് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ടും താഴോട്ടും സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വേവ് ലൈനുകൾ കാണാൻ കഴിയും വോയിസിൻ്റെ. എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, പ്രീവ്യൂ അവിടെ വന്നിട്ട് നമ്മൾ കട്ട് ചെയ്യണം. കറക്റ്റ് എവിടെ നോക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റ് ആ ലൈനിൽ കട്ട് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുക. ആ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക, കട്ട് ചെയ്യുക. അതിനുശേഷം ഇത് നമ്മൾ നീക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. ചെറിയൊരു കടിച്ചിൽ വരുന്നുണ്ട്, അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഫയലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് കറക്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓവർലാപ്പ് ചെയ്തിട്ട് അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഓവർലാപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെയാണ്. ഇനി ഇത് നമ്മൾ നോർമലി എക്സ്പോർട്ട് ചെയ്തെടുക്കുന്ന പോലെ എക്സ്പോർട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് വെച്ചൊന്ന് കട്ട് ചെയ്യുക. നോർമലി നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന അതേ സെറ്റിങ്സ് തന്നെ എക്സ്പോർട്ട് ചെയ്തെടുത്താൽ മതി.
ഓക്കെ, അപ്പോൾ ഞാൻ എക്സ്പോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.